ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇന്നത്തെ സാക്ഷ്യ വിചാരം നമ്മളെടുക്കുന്നത് ഏറ്റവും പുതിയൊരു സാക്ഷ്യമാണ്. വൈക്കത്തുള്ള അനിത താമരാക്ഷൻ്റെ സാക്ഷ്യം. അതാണിപ്പോൾ ഭയങ്കര സ്പീഡായി ആൾക്കാരെ കൂടുതൽ പേര് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അതിൻ്റെ താഴെയുള്ള കമൻസുകളെല്ലാം സാക്ഷ്യത്തിൻ്റെ ഉള്ളിലെ സാക്ഷ്യമായി, ടെസ്റ്റിമണി വിത്തിൻ ടെസ്റ്റിമണിയായി അനേകരിലേക്ക് കർത്തൃ സാന്നിധ്യം കടന്നു ചേരണതാണ്. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് കേൾക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക. ആ സാക്ഷ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ ആ സാക്ഷ്യം ഒരു പുനർവായനയ്ക്ക് വെക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഗ്രൗണ്ട് സീറോ മൈനസിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം വന്ന് അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടെ. പ്രളയം വന്ന് വീടെല്ലാം പോയി. പിന്നെ ഇപ്പം താമസിക്കുന്നത് ടർപ്പോള വലിച്ചു കെട്ടിയ ഒറ്റമുറി വീട്ടിൽ അമ്മയും 3 മക്കളും രോഗിയായിരുന്ന ഒരപ്പനുമായിട്ട്. രോഗിയല്ല അദ്ദേഹം വാഹനം ഇടിച്ച് അപകടപ്പെട്ട് ബ്രെയിൻ ഡാമേജ് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരു വ്യക്തിയുടെ തകർച്ച പനിത ചോദിക്കുന്നത് അത് ഭയങ്കര ഹൃദയസ്പർശിയാണ്. ചില ഭർത്താവിൻ്റെ ഓർമ്മ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ കിടക്കണത്. ഇപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ ഉള്ളവരാണ്, അവർ ശരിക്കും സഹായിക്കുന്ന ബന്ധുക്കൾ തന്നെയാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും ആദ്യ സമയത്ത് എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ എല്ലാവരും ഒരുപോലെയൊക്കെ അതിന് ഉണ്ടാകും. പക്ഷെ പിന്നെ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പതുക്കെ പോകും. ചിലപ്പോൾ വിളിച്ചു പോലും ചോദിക്കാത്ത രീതിയിൽ അങ്ങനെ അവർ പറയുന്നുണ്ട്. ഞാനിങ്ങനെ സമൂഹത്തിലും വീട്ടിലും ഒക്കെ ബന്ധങ്ങളുമൊക്കെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞു പോയെന്ന് പറയും. ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പടിപടിയായിട്ട് തളർന്നും തകർന്നുമൊക്കെ പോകുന്ന അവസ്ഥകൾ. ഉടമ്പടി അവരെങ്ങനെയാണ് ഇങ്ങനെ അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതെന്ന് നമ്മൾ ഈ ധ്യാനത്തിലൂടെ പരിശോധിക്കുകയാണ്. ഏറ്റവും അവസാനം സംഭവിച്ചത് ഭർത്താവിൻ്റെ ഓർമ്മ പോകും. ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഒരു ഉത്തേജനമെന്ന് പറയണത്, നമ്മളവരെ ശുശ്രൂഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണതും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള ഒരു നന്ദിയും സ്നേഹവും ഒക്കെയാണ്. പക്ഷേ അതിനൊക്കെ വേണ്ടത് ഓർമ്മയല്ലേ? ഓർമ്മ അങ്ങ് പോയാലേ ഈ രോഗി ശുശ്രൂഷയുടെ, ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് ഈശോ പറയണില്ലേ? അപ്പോൾ ഒരു ഉടമ്പടി നമ്മളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഗ്രേസ്, നമുക്ക് കിട്ടണത് എന്താണ്? ദൈവകൃപ. അത് ദൈവകൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈശോ നൽകിയിട്ടുള്ള ഹോംവർക്കിൽ
ഗൃഹപാഠങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് രോഗി പരിചരണം. ഇപ്പോൾ ഈ രോഗി പരിചരണത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രോഗി പരിചരിക്കുന്നവർക്ക് അവർക്കൊരു വർക്ക്, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ. ഇപ്പം ദൈവത്തെ മാറ്റി നിർത്തിയാൽ തന്നെ കേവലമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യണത്? അവർക്ക് ഓർമ്മയെങ്കിലും വേണം. കുറഞ്ഞ പക്ഷം ഒരു ഓർമ്മയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും ഇല്ല എൻ്റെ അടുത്തുനിന്ന്, അല്ലേ? അവൾ പറയുന്നുണ്ടാവും, അവൾ പറയുന്നത്, അതായത് ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് കുറേ കാലമായി, ആരോട് പ്രാർത്ഥിക്കാനാണ്? ചങ്ക തകർന്ന് ഇങ്ങനെയൊക്കെ പറയണത് നമ്മൾ കേൾക്കാം ആ സാക്ഷ്യത്തിൽ. ഞാൻ ആരോട് പ്രാർത്ഥിക്കാനാണ്? സൃഷ്ടിച്ചവൻ തന്നെ എന്നോട് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടും എനിക്ക് ഒരു കരകയറ്റമില്ലാത്തപ്പോൾ ഞാൻ പിന്നെ ആരോട് പ്രാർത്ഥിക്കാനാണ്? അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ഭർത്താവിൻ്റെ ഓർമ്മ വരെ പോണത്. അപ്പോൾ പറയണത് എനിക്ക് മാനസിക രോഗമായെന്ന് തോന്നണമെന്ന് പറയും. കാര്യം എന്താണ്? ഈ ഓർമ്മയില്ലാത്ത ആളുടെ പ്രാഥമിക കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ കൺട്രോളില്ലാതെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളതൊരു വൈഫെന്ന രീതിയിൽ ദൈവത്തെ നിർത്തിയ ഒരു ശുശ്രൂഷ അതെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ അതും ഇല്ലല്ലോ. അപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ഓർമ്മയില്ലാത്ത രോഗികളെ സന്ദർശിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കതിൽ നിന്ന് ഒരു റിട്ടേൺസുമില്ല. അതുകൊണ്ടാണ് ഞാൻ രോഗിയായിരുന്നു എന്ന് ഈശോ പറയണത്. നിൻ്റെ ഭർത്താവ് രോഗിയാണെന്ന് പറയരുതെന്ന്, ഇല്ലേ? അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:36 ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. മത്തായി ശ്രീകാരുടെ സുവിശേഷമാണ് 25-ാം അധ്യായം 36-ാമത്തെ വചനം. എന്താ പറയണത്? ഞാൻ രോഗിയായിരുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് രോഗിയായിരുന്നു, അല്ല നിങ്ങളുടെ മകൻ രോഗിയായിരുന്നു എന്നല്ല. ഇവരെ രോഗികളിലെ നമ്മൾ മക്കളെയാണ് അല്ല ഭർത്താവിനെയാണ് കാണുന്നതെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ബോറടിക്കുകയും റിട്ടേൺ കിട്ടാത്ത കാരണം നമ്മൾ മാനസിക രോഗികളായി മാറുകയും ചെയ്യും. അപ്പം ആരെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ട് ഉടമ്പടിയുടെ വെളിച്ചത്തിലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 25-36 എന്താണ്? ആ രോഗിയെ XY നമ്മൾ ശുശ്രൂഷിക്കുന്നവരെ ആരായിട്ട് കാണണം? നീ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവായിട്ട് കാണണം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്നെ കണ്ടത് ചെയ്യുവാൻ, നിന്റെ നാമമഹത്വത്തിനായി അത് ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കുരിശ് ആയിട്ട് നമുക്ക് തോന്നുന്ന മേഖലകളെല്ലാം ആ കുരിശോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനെ കാണണമെന്നാണ് സുവിശേഷം. എവിടെയെങ്കിലും കുരിശുണ്ടെങ്കിൽ കുരിശിൻ്റെ കൂടെ ആര് കാണണം? ക്രൂശിക്കപ്പെട്ടവനെ കൂടി കാണണം. അത് കർത്താവിന് വേണ്ടിയാണ് ആ കുരിശ് കാണേണ്ടത്. അപ്പോൾ ഈ ഓർമ്മ കൂടി പോയി, വീടുമില്ല, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ടേ അവിടെ ഫീസ് അടക്കാൻ നിവൃത്തിയില്ലാതെ മകൾ വന്ന് വീട്ടിൽ നിൽക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു, ഇവളെന്തോ പ്രോബ്ലം ഉണ്ട് അവിടെ ഉണ്ടാക്കിയിട്ട്, പെൺകുട്ടികളല്ലേ അപ്പോൾ എല്ലാം പ്രോബ്ലമായിട്ടേ കാണത്തുള്ളൂ നാട്ടുകാർ. ഇവളവിടെ എന്തോ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുകയാണെന്ന്. പക്ഷേ ആൾക്കാരോട് പറയാൻ പറ്റുമോ? ഫീസ് അവിടെ കൊടുക്കാൻ പറ്റാത്ത കാരണം ഇറക്കി വിട്ടിരിക്കുകയാണെന്ന്.
ഒരു അമ്മ മനസ്സനുഭവിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ എന്തിനാണ് നിങ്ങളോട് ഞാൻ പറയണത്? എനിക്കറിയാം പലരുടെയും അവസ്ഥ ഇതുപോലെയോ ഇതിനേക്കാൾ താഴ്ന്നതോ ആണ്. ഇതിത്തിരി കൂടിയതാണെന്ന് പറയാൻ കാരണം ഈ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവളെടുക്കുന്ന ഒരു തീരുമാനം പറയുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഡേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ അവരുടെ ഒരു ഞാൻ എങ്ങനെ അച്ചായന് എങ്ങനെ ഞാൻ വിഷം കൊടുക്കും? അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങളെല്ലാം കഴിക്കാൻ തയ്യാറായി. ഒക്കെ കുഞ്ഞുങ്ങൾ വരെ കഴിക്കാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ എന്തുമാത്രം സഹിക്കാനാവാത്ത അവസ്ഥയാണ്. ഉടമ്പടി എത്രയോ മനോഹരമാണെന്ന് പറയാൻ കാരണം അതാണ്. അതായത് കുഞ്ഞുങ്ങളോട് അമ്മ ഇങ്ങനെ ഒരു അവസ്ഥ ചെല്ലാൻ കാരണം ഇവർ 7 ലക്ഷം രൂപ, പാവപ്പെട്ടവരല്ലേ, 7 ലക്ഷം രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 7 കോടി രൂപയുടെ കടമുള്ളവരുടെ അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പം പലരും കടക്കാർ വിളിച്ച് ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ടപാട്ടുന്നൊക്കെ ഒരു കടം മേടിച്ച പലിശക്ക് അവരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ വിളിക്കുന്നുണ്ട്. മകൾ വന്ന് വീട്ടിൽ നിൽക്കണുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ അസഭ്യമൊക്കെ പറയും ഫോണിൽ. അപ്പോൾ ഇവരുടെ കണ്ണറിയാണ്ട് നിറഞ്ഞ് കണ്ണീര് താഴെ വീഴുമ്പോൾ മക്കളുടെ ആത്മവിശ്വാസം പോകും. കാര്യം അവർക്കെല്ലാം ഒരു അഭയമായിരുന്നത്. പല അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും അമ്മയാണ് അവരുടെ അഭയം. അതിൻ്റെ തനിത പറയുന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾ വിലയും നിലയൊക്കെ ഉള്ളവരാണ്, പക്ഷെ എൻ്റെ മക്കളെ ഞാൻ അവരെടുത്ത് വിട്ടിട്ടില്ല. കാരണം അവർ നാളെ കാലങ്ങളിൽ ഈ ദാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവർക്ക് അവിടെയൊക്കെ മുമ്പിലൊരു വില പോകും. എൻ്റെ മക്കളെ പ്രതിയാണ് ഞാൻ അങ്ങനെയൊക്കെ. എനിക്ക് തെറ്റാകാൻ ശരിയാകാം. കുഞ്ഞുങ്ങളുടെ അഭിമാനം ഓർത്തിട്ടാണ് ഞാൻ അവരോരോരുത്തും പണത്തിനൊന്നും വിടാതിരുന്നത്. ഒരു ലേഡിയാണ് അവർ. ശരിക്കും എന്ത് ബുദ്ധിയും ബോധവും ഉള്ളവരാണത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നിലപാട്. കാര്യം അവർ ആ നിലപാട് കറക്റ്റാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അങ്ങേര് 2 ഡോക്ടറേറ്റുള്ള ആളാണ്. വത്തിക്കാനിൽ പോയി റോമിൽ പോയി പഠിച്ച് രൂപതയെ വന്ന് ഇവിടെ സെമിനാരി റെക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഫൈനാൻസായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പഠന കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങേര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 1979 അല്ല 76. അപ്പം അന്നത്തെ അച്ഛന്മാർ സെമയെ താമസിക്കുന്നവർക്ക് 75 രൂപയാണ് ശമ്പളം. 75 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം എന്ന് പറയും. ശമ്പളമല്ലേ, ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല, ഞങ്ങൾക്ക് സസ്റ്റ്നൻസ് എന്ന് പറയാം. അതേ ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ കഴുകി ചെരുപ്പൊക്കെ പൊട്ടിയാൽ മേടിക്കാനും സോപ്പൊക്കെ മേടിക്കാനുള്ള കാശിനാണ് സസ്റ്റ്നൻസ് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പള്ളികളിലിരിക്കുമ്പോൾ അത് തന്നെ വാങ്ങിക്കണത്, ശമ്പളമല്ല. ശമ്പളം എങ്ങനെ പറയാൻ പറ്റുമോ? തൊഴിലുറപ്പുകാർക്ക് ഇതിനൊക്കെ കൂടുതൽ കിട്ടും. എന്താ അത്രയും നാളെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് എന്ത് അരൂപിയോടാണ് ഇതിൻ്റെ അകത്ത് ജീവിക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൃപാസത്തിന് പോലും ഞാൻ 5 പൈസ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. ശുശ്രൂഷ ചെയ്യണത് ഞാനാണ് ഇവിടെ. 20 കൊല്ലമായില്ലേ. വേണമെങ്കിൽ ഒരു ശുശ്രൂഷക്ക് 1000 രൂപ വെച്ച് മേടിക്കാമല്ലോ. അപ്പോഴും 20 കൊല്ലത്ത് എന്തുമാത്രം കാശ് കിട്ടും. ഐ ആം നോട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ പണമാണ്, ദൈവശുശ്രൂഷയ്ക്കുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇതുപോലെ വല്ല മരുന്ന് വിലയൊക്കെ വരുമ്പോൾ അവിടുന്ന് ബില്ല് കൊടുക്കുകയാണെങ്കിൽ അവരത് പേയ്മെൻറ്റ് ചെയ്യും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നിലനിൽക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ ഞങ്ങൾ ഉടുത്ത് കുളിച്ച് മിടുക്കന്മാരായിട്ട് നടക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ലോഹയായിട്ടും
ഒത്തിരി പേര് ഇപ്പോൾ ഈ കൃപാസനം തന്നെ റൺ ചെയ്യണത് എങ്ങനെയാണ് ശരിക്കും? ഞങ്ങൾ ഇവിടെ കുർബാന പണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. സ്വസ്ഥ കാശെടുക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം തന്നെ സംഭാവന എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സംഭവം സാമ്പത്തികമായിട്ട് ഒരു വിഷയമില്ല. കാര്യം ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊന്നും ഈശോയ്ക്ക് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലേ? സാമ്പത്തികത്തിന് ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ യൂട്യൂബ് 5 പൈസ കമ്പനിയിൽ വാങ്ങിക്കണില്ല, എത്രയോ പ്രാവശ്യം അവിടെ വൗച്ചർ വന്ന് മേടിക്കണില്ല. അങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവ് പതുക്കെ ഇറങ്ങിപ്പോവും. പക്ഷേ എന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ലേ? സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താ കാര്യം? അമ്മമാതാവ് വാരിക്കോരി കൊടുത്ത് അനുഗ്രഹിച്ച് നിലനിർത്തിയ ആൾക്കാർ കൊണ്ടുവന്ന് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയും ആവശ്യത്തിന് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം സംസാരിക്കാറ് പോലും ഇല്ല ഇവിടെ. പുറത്തൊക്കെ ആൾക്കാർ ട്രോളൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയാനാണ്. പക്ഷേ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. പോട്ടെ, എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മ അവൾ പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും അനിത പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ അമ്മാവനൊരു ചെറിയ തെറ്റ് ചെയ്ത്. കാര്യം അമ്മാവൻ്റെ ശമ്പളം 75 രൂപയാണ്. അതിൽ 50 രൂപ എനിക്ക് സോപ്പും ബക്കറ്റും ഉടുപ്പും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം അമ്മാവൻ പറയും, നീ അത് പോയി പ്രൊക്കറ്റിലേക്ക് ഇത് മേടിച്ചോളാൻ പറയും. 20 രൂപ അമ്മാവനും കൊടുക്കും. 50 രൂപ പ്രൊക്കേറ്റർ എന്ന് പറയുന്നത് ട്രഷററാണ്, സെമിനാരിയിലെ പണസൂക്ഷിപ്പുകാരൻ. അതൊരു അച്ഛനാണ്. അപ്പം അങ്ങേരോട് വാങ്ങിച്ചോളാൻ പറയും. അപ്പം അങ്ങേരെടുത്ത് ഞാൻ എല്ലാ മാസവും ചെന്നിട്ട് 50 രൂപ മേടിക്കും. എന്നിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ 50 രൂപക്ക് നിൽക്കില്ല. പക്ഷേ അന്ന് 50 രൂപക്ക് വില ഉണ്ട്, 76 അത്യാവശ്യം കാര്യമൊക്കെ നടക്കും. നമുക്ക് വേറെ ആഭാടമൊന്നും നടക്കത്തില്ല. ഉടുപ്പ് കെട്ടുകളും പണ്ട് ഈ ഉജാലയൊക്കെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും, മുക്കാനും തേക്കാനും ഒക്കെയുള്ള പരിപാടി കിട്ടും. പക്ഷേ അത് പിന്നീട് എനിക്കത് വലിയ ഭാരമായി മാറി. എന്താ കാര്യം? ഈ പ്രൊക്രേറ്റർ പിന്നീട് രൂപത ബിഷപ്പായപ്പോൾ ഞാൻ അച്ഛനായി. അതാണ് പ്രശ്നം. ഈ പ്രൊക്രേറ്ററായിരുന്നു ഈ 50 രൂപ തന്നുകൊണ്ടിരുന്ന അച്ഛൻ പിന്നീട് രൂപതയുടെ ബിഷപ്പായി. അപ്പം ഞാൻ ആരായി? ഞാൻ പഠിച്ച് അച്ഛനായി. ഈ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ 50 രൂപയ്ക്ക് വേണ്ടി എത്രയോ വർഷം കൈനീട്ടിയതാണ്. അത് കാരണം പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് വിഷയം. അത് അനിത പറഞ്ഞ കറക്റ്റ്. അനിത പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല. നിങ്ങളവർക്ക് അത് വലിയ ഭാവമല്ലേ, ഉള്ളവരൊക്കെ അത് മേടിക്കണ്ടേ. പക്ഷെ അനിത പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മക്കൾ ആടെ മുമ്പിൽ കൈനീട്ടിയ നാളെ അവരുടെ മുമ്പിൽ അവർ ദാസന്മാരുടെ കാണത്തില്ലേ എന്നാ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് അമ്മയുടെ അവസ്ഥയിലാണ് ഞാനത് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ അവർ പോകത്തില്ലായിരുന്നു. ഈ കടക്കാരെ വിളിച്ച് തോന്നിവാസം പറയണില്ലേ, അപ്പോൾ ഈ മക്കൾക്കെല്ലാം എന്തെല്ലാം അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും ഇവർ ഒറ്റക്ക് നിന്ന് പടപൊരുതി അതിനേക്ക് അതിജീവിച്ച് ഈ കുഞ്ഞുങ്ങളെയും പൊരുന്ന് പരന്ത് വരുമ്പോഴും പാമ്പ് വരുമ്പോഴും ഒക്കെ കൂടെ ചിറകിൽ ചേർത്ത് കൊണ്ടു നടക്കുന്ന അമ്മ ഒരു നിമിഷം ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ കരയണത് കാണാം. അപ്പോൾ 2 മക്കളും വന്ന് കയ്യെ പിടിച്ചിട്ട് പറയും, അമ്മ എന്തെല്ലാം സംഭവിച്ചാലും അമ്മ കരയരുത്. അമ്മ കരഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചങ്ക് പറഞ്ഞു പോകും, പിന്നെ ഞങ്ങൾക്ക് ഒരു ആരംഭവും ഇല്ലാത്ത രീതിയിലാകും. അപ്പോൾ പറയും, നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഇങ്ങനെ പോകാൻ എത്ര കാലം പോകാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അവരങ്ങനെ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ച് അവർക്ക് അതിൻ്റെ അകത്തൊരു മനസാക്ഷി അവർക്ക് തോന്നണില്ല. കാരണം അവസ്ഥ അങ്ങനെയായിപ്പോയി. അപ്പോൾ ഈ സെപ്റ്റംബർ 2-ാം തീയതി അപ്പോൾ എന്നിട്ട് ഈ അമ്മ അനിത മക്കളോട് പറയും, അച്ഛനി എങ്ങനെ കൊടുക്കൂടാ ഞാൻ വിഷമെന്ന് ചോദിക്കും മൂത്ത മകനോട്. അപ്പോൾ അവൻ പറയും, ഞാൻ കൊടുക്കാം അച്ചായനെന്ന് പറയും. അച്ചായൻ കിടപ്പാണല്ലേ, അച്ചായൻ നമ്മളില്ലാതെ അച്ചായൻ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ല, ഞാൻ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇവരെങ്ങനെ തീരുമാനിച്ച് പക്ഷേ 2-ാം തീയതി വൈകുന്നേരമായപ്പോൾ അവിടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരും. എന്താ വരുന്നത്? കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തെ ലിങ്കാണ് വരുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ എത്ര ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവർ ഈ ഷെയർ ചെയ്യുമ്പോൾ ഈ ലിങ്ക് എടുത്ത് നോക്കി. അപ്പോൾ മൂത്ത മകൻ ഉടനെ ഈ മൂത്ത മകൻ ഞാൻ അപ്പന് വിഷം കൊടുക്കാമെന്ന് പറഞ്ഞവൻ പറയും, അമ്മേ
നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലാ ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി എന്ന് പറയും. ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി, നമ്മുടെ അവസാനത്തെ ഒരു അഭയം. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ് കൃപാസനമെന്ന് ഒരു മനുഷ്യരെ അനുഭവത്തിൽ നിന്ന് അവർ പറയണ കേൾക്കുമ്പോൾ എന്തൊരു അർത്ഥവത്താണ് നമ്മുടെ ശുശ്രൂഷ എന്ന് നമുക്ക് തോന്നും. ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ, എല്ലാവരെയും ഓർത്ത്. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് അനിയത്തി തന്നെ ഇവരെ വിളിക്കും. ഇവൻ്റെ അനിയത്തി ഇവരെ സഹായിച്ചുകൊണ്ട് പല കാര്യങ്ങളും. എങ്ങനെ സഹായിച്ചിട്ട് കടലിൽ കല്ലിടണ പോലെയുള്ള അവസ്ഥയാണേ, അതാണ് അവസ്ഥയെ. അപ്പോൾ അനിയത്തി, അപ്പോൾ എല്ലാ ബന്ധുക്കളും അവർ നന്നായിട്ടാണ് സംസാരിക്കണം. പക്ഷേ കടലിൽ കൊണ്ട് കല്ലിടാണ പോലെയാണ് സഹായങ്ങളൊക്കെ, ഒന്നും കാണുകയില്ല. അപ്പോൾ അനിയത്തി വരും. അനിയത്തിയോട് വരുമ്പോൾ അനിയത്തി പറയും, ഞങ്ങൾ കൃപാസനത്തിൽ പോകണു, ചെടുത്തി വരുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ഒന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയാം, അനിയത്തിയല്ലേ, സ്വന്തമായിട്ട് സംസാരിക്കുക. ഞാൻ പറയും, എടി എൻ്റെ കാശില്ല. അപ്പോൾ പറയും, ഞാൻ എടുത്തോളാം ചേച്ചിയുടെ കാശെന്ന് പറയും. അപ്പം അവർക്ക് വണ്ടിക്കൂലി കൊടുത്തുകൊണ്ട് അനിയത്തി ചേടത്തിനെ കൊണ്ടുവരും. അങ്ങനെ ഇവിടെ വന്ന് ഇവർ കണ്ടെല്ലാം കേട്ട് മനസ്സിലാക്കി അവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നത്തെ കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ശരിക്കും ഇവരുടെ അവസ്ഥ ഞാൻ കാണുന്നില്ലേ. ഇനി ദൈവം ഒരു വ്യക്തി ഇങ്ങനെ 0 നിന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവരെ ഉയർത്തിക്കൊണ്ട് വരണമെന്നറിയാം. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അസൽ ബന്ധുക്കളായി മാറുകയാണ്. അല്ലേ? വാഗ്ദാനപ്രകാരമുള്ള ബന്ധുക്കൾ. നമുക്ക് 2 തരത്തിലാണ് ദൈവത്തിൻ്റെ മക്കളാകണത്. ദൈവത്തിന് ബൈബിൾ അനുസരിച്ച് 2 തരത്തിലാണ് മക്കളാകണത്. ഒന്ന് വംശപ്രകാരം. ഇപ്പം നമ്മുടെ കുടുംബങ്ങളൊക്കെ നടക്കുന്ന വംശപ്രകാരമല്ലേ നമ്മൾ മക്കളാകണത്. പിന്നെ എന്താണ്? വാഗ്ദാനപ്രകാരം. ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ നീ ആദ്യമായിട്ടും നീ ചിലപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ അല്ല നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്താ സംഭവിക്കുന്നത്? ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളെപ്പോലെ തന്നെ നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുകയാണ്. അതെന്ത് വകുപ്പിലാണ് അങ്ങനെ വേണ്ടത്? വംശപ്രകാരമല്ല, പിന്നെന്താണ്? വാഗ്ദാനപ്രകാരം. ബൈബിൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയൊരു സ്വർഗീയമായ സാധ്യതയാണ്. എനിക്ക് തോന്നുന്നത് റോമ 9:8. ശ്രുതികട്ടെ ഹല്ലേലൂയ. വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. റോമാലേഖനം 9:8 വായിച്ചേ. വംശമുറയ്ക്കുള്ള മക്കളല്ല. ഒന്ന് പറഞ്ഞേ. വംശമുറക്കുള്ള മക്കളല്ല. വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ്. വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. ആ ബൈബിളിന്റെ അപ്രോച്ച് അതാണ്. വംശമുറക്കുള്ള മക്കളെ അല്ല ബൈബിള് യഥാർത്ഥ മക്കളെ കാണുന്നത്. പിന്നെ ആരാണ് കാണുന്നത്? ദൈവത്തിൻ്റെ മക്കളെ. വംശമുറക്കുള്ള മക്കൾ മനുഷ്യന്മാരുടെ മക്കളല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെ കാണുന്നത് എങ്ങനെയാണ്? വംശമുറക്കുള്ളതല്ല. റോമ 9:8 എന്താ പറയണത്? വാഗ്ദാനപ്രകാരമുള്ള വാഗ്ദാനപ്രകാരമുള്ള മക്കളാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കള്. അപ്പൊ അനിത ഉടമ്പടി ചെയ്തപ്പോൾ ഉടനെ അനിതയും മക്കളും ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അതാണ് വിഷയം. അത് നിങ്ങൾ അറിയണം ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന്. അപ്പോൾ മക്കളാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണത്? ഉടനെ അവകാശികളാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ റോമ 8:17 എന്താ പറയണത്? നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്. കണ്ടാ? അതിൻ്റെ മക്കളും ഉടനെ മക്കളുമായി പിന്നെന്താണ്? അവകാശികളുമായി. പെട്ടെന്നായി സംഭവം നടക്കുന്നത്. ഇത് വിശദീകരിക്കുന്ന ഗലാത്യ ലേഖനമാണ്. ഗലാത്യ 4:28.
സഹോദരങ്ങളെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്. അതായത് വാഗ്ദാന പ്രകാരം വംശമുറക്കുള്ള മക്കളുണ്ട്, പിന്നെന്താണ് വാഗ്ദാന പ്രകാരമുള്ള മക്കളുണ്ട്. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. നീ ഉടമ്പടിയിൽ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നമുക്ക് അവകാശികളാകാനാണ്. ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനം എന്തുമാത്രമുണ്ട്? 7752 വാഗ്ദാനമെന്ന് ഗൂഗിൾ പറയും. ചില വെബ്സൈറ്റുകളിൽ 8852 വാഗ്ദാനം എന്ന് പറയും. കാരണം ഒരു മനുഷ്യൻ്റെ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി മെയിൻ്റെനൻസിന് വേണ്ടി ദൈവം 8000-ഓളം വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 8000 വാഗ്ദാനങ്ങൾ അനുദിന ജീവിത ആവശ്യങ്ങളും നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. When we come to the covenant relation, we became heirs of this. നമ്മൾ റൈറ്റ് ഹോൾഡേഴ്സ് ആവും ഇതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ. അതാണ് മക്കളെങ്കിൽ അവകാശികളുമാണ്. പക്ഷെ അവകാശികളും മക്കളുമാക്കുന്നത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി വഴി വാഗ്ദാനങ്ങളിലൂടെയാണ് നമ്മൾ പ്രാപിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ അവകാശികളുമാകും. അനിത ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ മകളുമായി ആ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ മക്കളായിട്ട് പിന്നെ എന്തായി? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അവകാശികളാകും. ഇത് ആദ്യം മുതലുള്ള ഏത് വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ വാഗ്ദാനം ഉണ്ടാവും. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:26 ഈ വാഗ്ദാനമുണ്ട്. 17:16 ഉൽപ്പത്തി പുസ്തകം 17:16 എടുത്ത് ശ്രുതികട ശ്രുതിക്കട്ടെ. ഞാൻ അവളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. വാഗ്ദാനം കണ്ട. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇസഹാക്കിനെ കുറിച്ച് പറയണതാണ്. പക്ഷേ ഇസഹാക്കിനും സാറാക്കിനും യോജിക്കണില്ല. ഇത് യോജിക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞെങ്കിലും ഒരു കംപ്ലീറ്റ് പൂർണ്ണ മാതാവാകത്തില്ല അവർ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മാനുഷികമായ ന്യൂനതകൾ ഭയങ്കരമാണ്. സാറയുടെ ഭാഗത്തുനിന്നായാലും ശരി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 17 ഒന്ന് വായിച്ചോളൂ. ജനസിസ് ഉൽപ്പത്തി 17:16 വായിച്ചോളൂ. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അപ്പം ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും എന്നൊക്കെ പറഞ്ഞാലേ ഇത് പെട്ടെന്ന് മനസ്സിലാകണത് എന്താണെന്നറിയാവുക? ഇത് അമ്മയുമായി ചേർത്ത് വെച്ചാലേ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളത്. മറിയത്തിലൂടെ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണിത്. അതറിയണമെങ്കിൽ ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ടൊരു പള്ളിയിലിരിക്കുമായിരുന്നു. 5 കൊല്ലം അവിടെ വികാരിയായിട്ടിരുന്നത്. ആ പള്ളിയുടെ പേര് ദൈവജനമാതാവാണ്. ജനതകളുടെ മാതാവ്. അത് സഭയുടെ ഏറ്റവും വലിയൊരു സങ്കല്പമാണ്. ജനതകളാണ്, അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ മാതാവ് എന്നല്ല പറയണത്. ജനതകളുടെ മാതാവാണ്. മനുഷ്യ മക്കളുടെ എല്ലാവരുടെയും മാതാവാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അമ്മയുടെ മക്കൾക്ക് വേണ്ടി, ജനതകൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ഇനി ഇതന്നെ അവളിലൂടെ അവൾ നിനക്കൊരു പുത്രനെ വായിച്ചോളൂ.
ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹാലലൂയ ഹാലലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹാലലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹാലലൂയ. അതായത് ജനേസിസ് 17:16 ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞേ, ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. ഒരു പുത്രനെ തരും. ഇത് യേശുവാണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം കുറച്ച് എളുപ്പമാകും. എന്താ കാര്യം? ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ ജനതകളെ പ്രാപിക്കുന്നത് ഇസഹാക്കിലൂടെ അല്ല, യേശുവിലൂടെയാണ്. അതുകൊണ്ടാണ് കൊറിന്ത്യൻസ് പറയുവേ, അതായത് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നാണ്. ശ്രുതികട്ടെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രുതികട്ടെ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും. പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഈ 2 വചനങ്ങൾ ഇപ്പൊ ഇതിന് എന്തിനോട് യോജിക്കേണ്ടത്? ഞാൻ അവളെ അനുഗ്രഹിക്കും. അതായത് ജനേസിസ് 17, ഉൽപ്പത്തി 17:16 കൂടെയാണ് 2 കൊരിന്ത്യൻസ് 1:20 ചേർത്ത് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ വാഗ്ദാനത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വാഗ്ദാനപ്രകാരമുള്ള സന്തതികളെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്തിന് വരണത്. ഈശോ ആണ് ആദ്യ സന്തതി, പ്രഥമജാതൻ എന്ന് പറയണത്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ സാകല്യം. അതുകൊണ്ട് 2 കൊരിന്ത്യൻസ് 1:20 പറയും. എന്താ പറയണത്? സകല വാഗ്ദാനങ്ങളും. പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കണത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്ന് പിറന്ന ക്രിസ്തുവിലൂടെയാണ്. അതാണ് എൻ്റെ വിഷയം. ഈ അമ്മയ്ക്ക് അനുഗ്രഹം എങ്ങനെ കിട്ടുന്നതാണ്? അത് ജനേസിസിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ അവളെ അതായത് ഉൽപ്പത്തി 17:16 അതായത് ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞേ, ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവായിരിക്കും. ഇതൊരു പാരലൽ ടെസ്റ്റ് ആണെന്നാണ് ഞാൻ പറയണത്. കത്തോലിക്ക പ്രബോധനം അല്ല, പക്ഷേ ഇതൊരു പാരലൽ ടെസ്റ്റാണ്. ബൈബിളിൽ എപ്പോഴും ഉണ്ടാകുന്ന വിഷയം ഷാഡോ വേഴ്സ് ഉണ്ടാവും, പാരലൽ ടെസ്റ്റ് ഉണ്ടാവും. പുതിയ നിയമത്തിലെ അഭിഷേക യാഥാർത്ഥ്യങ്ങളും രക്ഷാകര സംഭവങ്ങൾക്കെല്ലാം പാരലൽസ് ഉണ്ടാവും, സമാന്തര സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പോലെ സമാന്തര വചനങ്ങൾ. മാതാവിൻ്റെ മാതൃത്വത്തെ ലോക ജനതയുടെ പൊതുമാതാവായി പരിശുദ്ധ അമ്മയെ സുവിശേഷം ദൈവവചനം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു സമാന്തര ടെസ്റ്റാണിത്. ആ രീതി വായിക്കുമ്പോഴാണ് ഈ 2 കൊരിന്ത്യൻസ് 1:20 എന്താണ്? സകല വാഗ്ദാനങ്ങളും. പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. അപ്പം എന്ത് ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? വംശമുറക്കുള്ള ഇപ്പം 8:9 റോമ 8:9 എന്താ പറയണത്? വംശമുറക്കുള്ള സന്തതി പരമ്പരകളുണ്ടാവും. അതേസമയം തന്നെ വാഗ്ദാനപ്രകാരമുള്ള സന്തതി പരമ്പരകളുണ്ടാകും. സ്വാഭാവികമായിട്ട് മാനുഷികമായി പറഞ്ഞാൽ ബൈ മെറിറ്റ് നമുക്ക് സന്താനം ഉണ്ടാകുന്നത് വംശമുറക്കാണ്. ബൈ ഗ്രേസ് ഉടമ്പടി എന്താ വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ റോമ 9:8 വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വംശമുറയ്ക്കുള്ള മക്കളല്ല. ഒന്ന് പറഞ്ഞേ, വംശമുറക്കുള്ള മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനപ്രകാരം ജനിച്ച മക്കളാണ്
ആര്? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അവകാശികൾ. ഈ മക്കളുടെ പ്രഥമ അവകാശം എന്താണ്? ക്രിസ്തുവാണ്. കാര്യം എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിലാണ് ആമേൻ പറയണത്. ഈ വചനത്തിൻ്റെ ഈ ലിങ്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ യോഹന്നാൻ 19:27 വായിച്ചാൽ കുറച്ചുകൂടി ഒരു വെളിച്ചം കിട്ടും നമുക്ക്. യോഹന്നാൻ 19:27 യോഹന്നാൻ 19:27 അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ന് മുതലാണ് പുതിയ ജനത ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അവകാശികളായി മാറുന്നു. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. പ്രൈസ് ദി ലോർഡ്. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കം ഉത്ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷേ ഇസ്ഹാക്കിലൂടെ അത് നിറവേറണില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് 2 കൊറിന്ത്യൻസ് 1:20 പറയണത് സകല വാഗ്ദാനങ്ങളും നിറവേറണത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ഇവിടെ അവളെന്ന് പറയുന്നതെന്ന് പാരലൽ ടെസ്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക് അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഗ്ദാനം കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വാഗ്ദാനത്തിന് ഒരു ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പോലെ അംബിഗസ് ആയിട്ടിരിക്കും ചില സമയത്ത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വാഗ്ദാനം പൂർണ്ണമല്ലാതിരുന്നു എന്നുള്ളത്. ഒരു മറിയമാണ് എല്ലാത്തിനെയും പൂർണ്ണമാക്കണത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ തന്നെ അനിതയുടെ കാര്യം എടുക്കാം. അനിത ഉടമ്പടി ചെയ്യുമ്പോൾ അനിതയ്ക്ക് എന്താ സംഭവിക്കണത്? പെട്ടെന്നാണ് ടൈം. ഇപ്പോൾ ഇത്രയും നാളിൻ്റെ അനിതയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ എന്താ സംഭവിക്കണം? അനിതയ്ക്ക് വരാൻ പോണത് ഉടമ്പടി എടുത്തോടു കൂടി അവൾ പറയണത് ഉടമ്പടി ചെയ്തതോടുകൂടി എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയെന്ന്. അതായത് അത് ഈ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോൾ ഈ അനിത മാത്രമല്ല, ഒത്തിരി പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മാതാവ് ഇങ്ങനെ കൂടെ നിൽക്കുന്ന കാരണം, കൂടെ വരുന്ന കാരണം അവരെ ഒരു പണ്ടില്ലാത്തൊരു ആത്മവിശ്വാസം ഇങ്ങോട്ട് കയറും. ആത്മധൈര്യം വരും. ആത്മധൈര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കൊരു ആത്മധൈര്യം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് നമുക്ക് ആത്മധൈര്യം വരണത്. ഈ ആത്മധൈര്യം ഈ ഉടമ്പടിയിൽ ഭയങ്കരമായ രീതിയിൽ വിശ്ലേഷിക്കേണ്ട ഒരു പരീക്ഷണ വസ്തുവാണ് ആത്മധൈര്യം. എന്നാൽ ജോഷുവയുടെ പറയുന്നത് എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക, അല്ലേ? 1:9 നമ്മൾ വായിക്കണല്ലേ ജോഷുവ, അല്ലേ? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം വരണം എപ്പോഴാണ്? ദൈവം കൂടെ വരുമ്പോഴാണ്. ഇപ്പം അനിത ഉടമ്പടി എടുത്തു. അനിതയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അനിത പറയണത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ധൈര്യം തോന്നാൻ തുടങ്ങി.
എന്താ കാര്യം? നമ്മളവർക്ക് ധൈര്യം തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദാനമാണ്. നീ പറഞ്ഞ മക്കളെങ്കിൽ അവകാശികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ അവകാശികളാണ്. അതൊരു വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ വരും. അതിൻ്റെ ഈ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ശക്തനും ശക്തിയും ധൈര്യവും. കൈയിട്ടിച്ച് കർത്താവ്. എനിക്കങ്ങനെ തോന്നിയിരിക്കണേ. നിങ്ങൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പടിയിൽ കെട്ടുപിടഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും. അതെന്താണ്? അത് യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ്. യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത്. അപ്പം നിങ്ങൾക്കൊരു ധൈര്യം തോന്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂരെന്ന് റോയി സുധ അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. ഞാൻ റോയിയുടെ സുധയുടെ സാക്ഷ്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. റോയിയുടെ വിഷയം നോക്കണം. അവർ 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പം 6 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരണത്. പിന്നീട് അത് പരിധിയിലായി. 5 കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും. 5 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടി പരിധിയിലാവും. കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ ലക്ഷങ്ങൾ ഇനി അത് നടക്കണമെങ്കിൽ തന്നെ പേര് ലക്ഷങ്ങൾ ചിലവാകും. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ല. പക്ഷേ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ? അവരുടെ എന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് 10 കൊച്ചിൻ്റെ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക്. ബൈബിൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. അതാണ് വംശം പിറക്കും വാഗ്ദാന പ്രകാരം നമ്മൾ വ്യത്യാസം. അതാണ് ഇപ്പോൾ റോയി എന്താ പറയണത്? വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞത്. അയാൾ എബ്രോഡല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് 6 കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്നേ അവസാനം പരാജയപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോരുകയാണ്. മക്കളില്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ്. നാട്ടിലോട്ട് പോയി 2 പേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടൂരുകാരാണ്. മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ അവരങ്ങനെ 2 പേരും ജോലി കണ്ടുപിടിച്ചു. അവർ എക്സ്പെർട്ടുകളാണ്. ജോലി കണ്ടുപിടിച്ചു. ജോലി കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് ഈ റോയിയുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ ഓണറിനോട് പറയും. ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത്, മക്കളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഓണർ പറയുവേ, നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും. വിറ്റാണ് ഭയങ്കര. അപ്പോൾ നിങ്ങൾ ഓർക്കരുത് മിനി ഗൈനക്കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത്. മിനിയോട് സംസാരിക്കാൻ പറയും. രാവിലെ പുള്ളി വണ്ടി അയച്ചു കൊടുക്കും. എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയെ കയറി ഓണറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും. എന്നിട്ട് ഇവരുടെ മിനി എന്താ പറയണത്? കൃപാസനം മാതാവിനെക്കുറിച്ചാണ് പറയണത്. അതാണ് വിഷയം. ആ സ്റ്റോറി പണപ്പൊക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരും നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റുള്ള ലേഡിയാണ്. ആരാണ്? ഈ ഓണറിൻ്റെ വൈഫ്. അവർ ചെന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോക്യവും പറഞ്ഞ് കൂട്ടം കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ്. അപ്പോൾ മാതാവിൻ്റെ എനിക്കവരൊന്നും അറിയത്തില്ല. അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട്. അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ്. നമുക്കതിൻ്റെ പങ്കൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് പറയും. അതങ്ങനെ കുറേ അവർ പല ആൾക്കാരും മാതാവിനെ മുഖത്തോട് നോക്കിയിട്ട് പോകും. ചിലർ എൻ്റെ വർത്തമാനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. കാര്യം ഭയങ്കര കോവിഡാണ്.
ഇതെല്ലാം ബ്ലോക്കാണ്, ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത്, കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടാനൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ലൈറ്റൊക്കെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം തന്നത്. എന്ത് തൊട്ടാലും അമ്മ അതിൻ്റെ ആൻസർ ചെയ്യും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജപമാല അടിസ്ഥാനപ്പെട്ട് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ, ഭയങ്കര ഡെപ്പോസിറ്റ് അതിന് ലൈറ്റൊക്കെ ക്യാൻഡലിനും അതുപോലെ. അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കുന്നത് കൂടിയില്ല, നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. അമ്മയുടെ പേരിൽ ഒരു മധ്യസ്ഥം അടിച്ചാൽ അതിന് അമ്മ ആൻസർ ചെയ്യും. കാര്യം 2003 ജപമാലകളെല്ലാം എത്രയോ കോടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരതദ്രവ്യമായിട്ട് വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അച്ഛാ ഉടമ്പടി ചെയ്ത് 2015 തൊട്ട് 19 വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്യില്ല. പലരും താഴെ കമൻറ്റ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ, ഇത് യഥാർത്ഥ ഉടമ്പടി ഫലം ചെയ്യുമോ, ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് സംശയങ്ങൾ പറഞ്ഞു. പക്ഷേ അമ്മ ആ കാലത്ത് പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ. കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അടച്ചു കഴിഞ്ഞപ്പോഴേ നെക്കിക്കളിയിലാഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു സെർവിങ് ഫുഡാണ്. അമ്മ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടിയെ. അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായത് കൊണ്ട് ഇവർ ഇതെന്താ സംഭവം, കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ച് കയറ്റണമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. യുക്തിവാദിക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയ ഉടനെ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ 6 കൊല്ലം കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം. ഇത് യുക്തിയുടെ മേഖലയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് യുക്തിവാദിക്ക് ഒരിക്കലും 2 ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ഷേ അവൾ 2 ആഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. അതാണ് സുധ ഉടനെ പ്രഗ്നൻ്റായി. അപ്പോഴേ അവർക്ക് എങ്ങനെയെങ്കിലും കയറ് പൊട്ടിച്ച് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ ഇവർ വന്ന് അവർ തീർത്ഥാടനം പിടിക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാർ 100-300 കിലോമീറ്റർ അകലെ നിന്ന് വരും. എന്തിനാ വന്നത്? ഇതിൻ്റെ വാതിക്കെ നോക്കി നിന്നിട്ട് പോകാൻ വന്നതാണ്. ഈ കൊടമ്പടിക്കാലത്ത്, ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും 10-50 പേര് അവിടെ നിൽക്കണത് കാണാം. ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് കരയുന്ന മതിലിൻ്റെ അടുത്താണ് നിന്നത്. ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും 2 വയസ്സ് തൊട്ട് 10-80 വയസ്സ് വരെയുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ ഇവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിച്ചത്. അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച്, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ തല്ലിയ പോലീസ് CA തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോക്യവും അടുപ്പമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ അതാണ് എൻ്റെ അത്. അപ്പം നിങ്ങളെപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മണി പവർ, മസിൽ പവർ, മരിയൻ പവർ. അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത്. ഇപ്പം എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നീതീകരിക്കാൻ വരുക. ഒരു പരിപാടിയില്ല. ഇത് ഇപ്പോൾ ചില ട്രോളിൻ്റെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, എന്താണ്, പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ്, പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം. അത് കൃപാസനം അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ്, തന്നെത്താൻ അടിച്ചു കയറ്റണതാണ് അതിൻ്റെ അകത്ത്. പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കറക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കാര്യം വെച്ചാൽ നമ്മൾ ആ തിരിച്ച് ട്രോളാനൊന്നും പോകത്തില്ല. ഇത് അമ്മയുടെ ഒരു മിഷനാണ്. ഇത് വിജയത്തിലെത്തിക്കുന്നവരെ, നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചതഞ്ഞ ഞാങ്കണ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരി കെടുത്ത്. ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കിയേ.
അവരിവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി, പോലീസിൻ്റെ അടി കൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിലകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ നിന്റെ സന്നിധിയിൽ മാത്രം അഭയം പ്രാപിക്കാനുള്ള വലിയ കൃപ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനം ചെയ്യണമേ. യേശുവേ സ്തുതി, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ കുഞ്ഞിനെ അവസാനം അവർ പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി വിഷയം ഉണ്ടാകും, ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴാണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലേക്കുണ്ട് മക്കളെ, നിങ്ങളെപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് സഹനത്തിനും സങ്കടത്തിനും ഒരു സുവിശേഷ സമീപനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണി പവർ, മസിൽ പവർ, മരിയം പവർ. അതുപോലെ തന്നെ സമാന്തരമായിട്ടാണ് സഹനത്തിന്, അതുപോലെ തന്നെ ഒക്കെ എല്ലാം ഒരു സുവിശേഷത്തിൻ്റെ സമീപനമുണ്ട്. ഇവർ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള സഹനങ്ങളിലൂടെ തന്നെയാണ് പോണത്. വളരെ ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് പ്രസവിച്ച കുഞ്ഞിന് റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം. അത് ടൈം ഓഫ് ഡിപ്പോസിറ്റ് നമ്മൾ ടൈം ഓഫ് ഡിപ്പോസിറ്റാണത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഇപ്പം നിങ്ങൾക്കൊരു സഹനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങളോട് പറയത്തില്ല. കാരണം നിങ്ങൾ എന്തുമാത്രം ഞാൻ പറയണത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പലരോടും സൈലൻസാണ് കീപ്പ് ചെയ്യണത്. ഞാനൊരു ബ്ലെസ് ചെയ്ത് ശക്തിപ്പെടുത്തി വിടും, പക്ഷേ ഒന്നും മിണ്ടത്തില്ല. കാര്യം കാലാന്തരത്തിൽ അവർ തന്നെ, കർത്താവ് തന്നെ അവരെ തർജ്ജമ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതാ വഴിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ചില സമയത്ത് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും. കാലാന്തരത്തിൽ അവർ കറക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ എന്താ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം? റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. ഇപ്പോൾ ഡോക്ടർ വെൻറ്റിലേറ്ററായി ഇപ്പോൾ കൊച്ചു വെൻറ്റിലേറ്ററായെന്ന് എന്നോട് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ പോണത്? ഭാര്യയ്ക്ക് നിന്നും ഭർത്താവിൽ നിന്നും കർത്താവ് പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങിയെന്ന്. കാര്യം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പ്രാർത്ഥനയായിരിക്കും മുഴുവനും, അല്ലേ? അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാത്ത പാല് പോലുള്ള പ്രാർത്ഥനയാണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥനയെ വെള്ളം ചേർക്കണത്? ഉറങ്ങിയൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുണ്ടല്ല, തനി തങ്കമായിരിക്കും അത്. അപ്പം അവിടേക്ക് ഒന്ന് കറയില്ലാത്ത പ്രയർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഈ സഹന സാഹചര്യങ്ങളിൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾ അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിജീവന പ്രാർത്ഥനയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് സത്യസന്ധമായ കറക്റ്റ് പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ മാത്രമേ അതിജീവന കാലത്ത് മാത്രമേ കറക്റ്റ് പ്രാർത്ഥന വരത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഒരു 80 കൊല്ലമൊക്കെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും. പക്ഷേ പകുതി മുക്കാലും വെള്ളത്തേക്കാൾ കൂടുതൽ പാലായിരിക്കും, പാലിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും പ്രാർത്ഥനയുടെ മുഴുവനും. അങ്ങനെയൊക്കെ വരാം. പക്ഷേ കറക്റ്റ് പ്രാർത്ഥന വരണത് അതിജീവന കാലത്താണ്. അപ്പോൾ അതിജീവന കാലത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് 916 ആയിരിക്കും മിക്കവാറും പ്രാർത്ഥനയിൽ. ഇവിടേക്കൊന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയാണ്, കൊച്ചു ഡെസ്പറേറ്റീവാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയും, പിന്നെ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഉടനെ ഒന്നും കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് കേട്ടാന്ന് പറയും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തള്ളക്ക് പാല് കൊടുക്കാനുള്ള കൊതി കൊണ്ടിരിക്കുകയാണ്. എത്ര 6 കൊല്ലമായിട്ട് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അവളാണെങ്കിൽ ഒരു ശവം പോലെയായി. അപ്പം ആ മനുഷ്യൻ എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഇവിടെ വരും, ഭാര്യയെ ആശുപത്രി കിടത്തിയിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരും, ചേട്ടൻ്റെ മോളുമായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോഴന്ന് 9 മണിക്കാണ് തുറക്കണത്, കോവിഡ് കാലമല്ലേ. സ്റ്റാഫ് 9 മണിക്ക് വരുമ്പോൾ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി തുറക്കും. എന്നിട്ട് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ 9 മണിക്കാണ് തുറക്കണത്. ഇയാൾ മനുഷ്യൻ വന്നിരിക്കുന്നത് 7 മണിക്കാണ് രാവിലെ. 7 മണി തൊട്ട് 9 മണി വരെ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ വാതിൽക്ക് നിൽക്കും.
അപ്പോൾ ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ വാച്ച്മാന് തോന്നുന്നു. വാച്ച്മാൻ ഇയാളോട് പറയും, ഇവിടെയൊക്കെ അനുവാദം ഇല്ലെങ്കിൽ കുളിക്ക് കൊടുത്തില്ലെങ്കിൽ പുള്ളി പറയും 15 മിനിറ്റ് തരാം, 15 മിനിറ്റ് കയറി മാതാവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണം. ഒരു 15 മിനിറ്റ് ഒരു ഉടമ്പടി എടുക്കാതെ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയാണ്. ആ 9 തുറന്ന് 9:15 വരെ തുറന്നിട്ട് 15 മിനിറ്റിനുള്ളിൽ പുള്ളിക്കാരൻ കയറി അകത്ത് വന്ന്, ഇപ്പോൾ അന്ന് ഈ അകത്താരും കയറത്തില്ലേ, അത് കാരണം അകത്ത് വന്ന് മാതാവിനെ കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെയും വൈഫിൻ്റെയും കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോയി അവർ ചേർത്തലെത്തിയപ്പോൾ തന്നെ ഫോൺ വന്ന്, എന്താണ്, ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ റെസ്പിറേറ്ററി സിംറ്റംസ് മാറിയിട്ടുണ്ട്, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഇവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങുന്നതിൻ്റെ അകത്ത് കാര്യത്തിലെല്ലാം അയാൾക്കറിയത്തില്ല ഇത്രയും സ്പീഡാണ് കാര്യമെന്ന് അറിയത്തില്ലല്ലോ. അയാൾ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടല്ലേ പോന്നിരിക്കണത്. ഇപ്പോഴെങ്കിലും ഈ മാസത്തിലെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞ് ചേർത്തല വരെ ചെന്നതേ ഉള്ളൂ, അപ്പം തന്നെ ഫോൺ വന്നില്ലേ. അപ്പോൾ ഇയാൾ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇയാൾ പറയണേ, ഞാൻ കാറിലിരുന്ന് വിറക്കിയിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി ഈസിയായിട്ടൊരു കാര്യം പറയും. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ദൈവാനുഭവം കിട്ടിയൊരു മനുഷ്യൻ പിന്നീട് അടുത്ത ശ്വാസത്തിൽ ഈസിയായിട്ടൊരു കാര്യം പറയും. എന്താണ്? പിന്നീട് ഞങ്ങളുടെ മകന് കുഞ്ഞുമാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയും. ഞാൻ വാ പൊളിച്ചു. ഇത്രയും എന്നൊക്കെ പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൻ ഒരു കുഞ്ഞുമാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് പറയുമ്പോൾ അവന് അസുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാര ജ്വലനമൊന്നും അതിനില്ല. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മഹാസങ്കടങ്ങളിലെ ഈ മനുഷ്യന് കിട്ടിയ ആന്തരിക അഭിഷേകമാണ്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ. നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുതലോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അനിത താമരാക്ഷനെ എന്താ പറഞ്ഞു നിർത്തിയത്? അനിത താമരാക്ഷൻ ഇതേ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്താണ്? അവൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിന് തീരുമാനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് അമ്മ ഒരു ലിങ്ക് കൊടുത്തതാണ് അല്ലേ? കൃപാസനത്തിൽ വരാൻ വേണ്ടി നമ്മൾ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കയറിട്ട് കൊടുക്കുകയല്ലേ, അതുപോലെ ആ കയറെ പിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളെന്താ പറയണത്? എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നിയെന്ന്. ആരാണ്? അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇപ്പോൾ അടൂരത്തെ റോയ് എന്താ പറയണത്? അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് ലാഘവത്തോടെ അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണല്ലേ. ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ആത്മധൈര്യവും ആന്തരിക അഭിഷേകവും ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ ഉറപ്പിൻ്റെ അടയാളമാണ്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ. അതായത് നീ ഒരു ദൈവ വാഗ്ദാനം പ്രാപിച്ച് മാനസിക ആശ്വാസങ്ങൾ പ്രാപിക്കുന്ന വരെയുള്ള നിൻ്റെ സമയം ഇൻ ബിറ്റ്വീനില്ലേ, അവിടെ നീ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത, ആന്തരിക അഭിഷേകം, ആത്മധൈര്യം, അതെല്ലാം
ഉടമ്പടി പ്രകാരം നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ദൈവ സാന്നിധ്യമായിട്ട് വിവേചിക്കണമെന്നാണ് ഈ പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭൗതിക ആശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന വരെയുള്ള ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ അതിലനുഭവിക്കുന്ന അങ്ങയുടെ ആന്തരിക സാന്നിധ്യത്തെ വിവേചിക്കുവാനുള്ള ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യ